അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പരത്തുന്നത് ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കുന്ന ഒരു ചാനലാണ് ഷാജൻ സക്കറിയയുടെ മറുനാടൻ മലയാളി. എത്രമാത്രം ഇസ്ലാമിക് ഫോബിയ വളർത്തുന്നതിൽ മുൻപന്തിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ. ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ചും 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് അപഹസിക്കലും ഇസ്ലാമിക വിശ്വാസങ്ങളെ തമാശയാക്കലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനൊരു മറുപടി പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ ചാനൽ അദ്ദേഹത്തിന് എത്തുന്നതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഷാജൻ സക്കറിയ പറയുന്നത് ഫലസ്തീനിലെ രണ്ട് പോരാളികളെ ഹൂറിമാരെ കിട്ടാൻ ഇസ്രായേൽ സഹായിച്ചു, അവരെ വധിച്ചു എന്നാണ് ഷാജൻ സക്കറിയ സന്തോഷത്തോടു കൂടി പറയുന്നത്. ഈ ഹൂറിമാരെ കിട്ടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? 70 ഹൂറിമാർ എന്നും ഖുറാനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഹൂറിമാരെ 100 ഹൂറിമാരെ കിട്ടുമെന്ന് ബൈബിള് പറഞ്ഞത് മറച്ചു വെച്ചുകൊണ്ടാണ് ഷാജൻ സക്കറിയ ഖുറാന്റെ മേലെ കയറുന്നത്. ഭൂമിയിൽ നിന്നുള്ളവർക്ക് 100 ഭാര്യമാരെ കിട്ടുമെന്നും ഭൂമിയിലുള്ളവർ തന്നെ യുദ്ധം ചെയ്ത് മറ്റുള്ളവൻ്റെ ഭാര്യയെയും കന്യകളെയും പെൺമക്കളെയും തട്ടിയെടുക്കണമെന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കെ എന്തിനാണ് ഷാജൻ്റെ മകൻ കറിയയുടെ മകൻ ഷാജ നിങ്ങൾ ഇസ്ലാമിൻ്റെ മേലിൽ കയറുന്നത്? രണ്ടാമത്തെ ആരോപണം സൗദി അറേബ്യയെക്കുറിച്ചാണ്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ബൈബിളിൽ മാത്രമല്ല ഹിന്ദു പുരാണങ്ങളിലും ദേവതകളെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഹിന്ദു ദേവതകളിലാണെങ്കിൽ രംഭ, തിലോത്തമ, മേനക, അങ്ങനെയുള്ള ഒരുപാട് അപ്സരസുകളുടെ ഒരു ലോകമാണ് ഹിന്ദുക്കളുടെ സ്വർഗം. അവിടെ സ്വർഗത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഗന്ധർവന്മാരും ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻ തന്നെ അവിടുത്തെ എന്നും ആൾക്കാരെ ഇഷ്ടപ്പെടാതെ ഭൂമിയിൽ വന്നിട്ട് അഹല്യ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുന്ന കഥകൾ പുരാണത്തിലുണ്ട്. ആ അഹല്യക്ക് ശ്രീരാമൻ വന്നിട്ടാണ് മോക്ഷം കൊടുക്കുന്നത്. ഒരു മുനിയുടെ ഭാര്യയെ ചെയ്യുന്ന കാര്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ദ്രൻ തന്നെ വേലിയാടുന്ന കഥകൾ. അപ്പം ഇതൊക്കെ മറ്റുള്ളവരുടെ മതങ്ങളിലിരിക്കെ തന്നെ ഇസ്ലാമിനെ മാത്രം ആക്ഷേപിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതൊക്കെ കേട്ടും കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ ഇസ്ലാമിക മതവിശ്വാസം എന്ന് പറഞ്ഞാൽ മദ്യവും മദിരാക്ഷിയും ഒഴുകുന്ന ഒരു സ്വർഗമാണ് ഇസ്ലാം കാക്ഷിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഷാജൻ സക്കറിയയുടെ ശ്രമം? എല്ലാ ഇസ്ലാമിക വിരോധം പുലർത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ? ആദ്യം നിങ്ങൾ ബൈബിൾ ഒന്ന് വായിക്കുക. ബൈബിളിലെ ഹൂറിമാരെ കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നത് ദാവീദിന് 10,000 വെപ്പാട്ടിമാരെ കൊടുത്തു. അതൊന്നും പോരാതെ ദാവീദ് അന്യന്റെ ഭാര്യയെ ഒളിച്ചു നോക്കി. ഇസ്ലാമിൽ ദാവീദ് മഹാനായ പ്രവാചകനാണ്. പക്ഷെ അത് ബൈബിളിലെത്തുമ്പോൾ ദാവീദ് എന്താകുന്നു? 10,000 വെപ്പാട്ടികളെ വെച്ച ഒരാളായിട്ടാണ് യഹോവ 10,000 വെപ്പാട്ടികളെ കൊടുത്തു. അതുകൂടാതെ അന്യന്റെ ഭാര്യയെ കുളിക്കുന്നത് ഒളിച്ചു നോക്കി ദാവീദ്. എന്നിട്ട് ദൈവം പറഞ്ഞു, എനിക്ക് വേണ്ടത് ഞാൻ തരില്ലേ എന്ന്. ഇനി ദാവീദ് സ്വർഗത്തിലേക്ക് പോയാലോ അതിനേക്കാളുമാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ ബൈബിളിലൊക്കെ പച്ചയായിട്ട് പറഞ്ഞിരിക്കെ, ഹൂറിങ്ങളെ കുറിച്ചൊക്കെ പച്ചയായിട്ട് പറഞ്ഞിരിക്കെ, ഫലസ്തീനിലെ പോരാളികളെ കുറിച്ച് പറയാൻ ഷാജൻ സക്കറിയ ഫലസ്തീനിലെ പോരാളികൾ അവരുടെ പിറന്ന നാടിന് വേണ്ടി പോരാടുകയാണ്. നാടില്ലാത്തൊരു ജനത. ഷാജൻ സക്കറിയക്ക് വീടും നാടും നഷ്ടപ്പെട്ടാലേ അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളൂ. നാടും വീടുമില്ലാത്തൊരു സമൂഹം അവരുടെ നാടിന് വേണ്ടി, പിറന്ന നാടിന് വേണ്ടി അവരിപ്പോൾ നടത്തുന്ന പോരാട്ടത്തെ ഇകഴ്ത്തി കാണിക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാരായ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ആ പോരാട്ടത്തെ പിന്തുണച്ചത്. ലോകത്തുള്ള പല രാഷ്ട്രങ്ങളിലും ഇന്ന് ഫലസ്തീനിന് ആ പോരാളികളെ പിന്തുണക്കുന്നത് അവരുടെ പോരാട്ടം ലെജിറ്റിമേറ്റ് ആയതുകൊണ്ടാണ്. അവരുടെ പോരാട്ടം ന്യായത്തിൻ്റെ വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് അവരെ ഇന്നും പിന്തുണക്കുന്നത്. ഇനി രണ്ടാമത്തെ ഷാജൻ സക്കറിയയുടെ ആരോപണം. ഷാജൻ സക്കറിയയല്ല ഇത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചാനലാണ് വന്നത്. സൗദി അറേബ്യയിലുള്ള ജയിലുകളെ കുറിച്ചാണ്. ആധുനിക രീതിയിൽ ഒരിക്കലും ന്യായീകരിക്കാത്ത ജയിൽ ശിക്ഷകളാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ട്, അവിടെയും 6-ാം നൂറ്റാണ്ട് കൊണ്ടാണ്. എന്തൊക്കെയാണ് ജയിൽ ശിക്ഷയ്ക്ക് കാരണങ്ങൾ പറയുന്നത്? വ്യഭിചാരത്തിന്, മയക്കുമരുന്നിനൊക്കെ നല്ല ശിക്ഷകൾ കൊടുക്കുന്നുണ്ടെന്നാണ്. വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. ഷാജൻ സക്കറിയ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകട്ടെ. നിങ്ങൾ ഈ 19-18-ാം നൂറ്റാണ്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഷാജൻ സക്കറിയയുടെ സമുദായം ചെയ്ത ക്രൂരതകളൊന്ന് ആദ്യം നോക്കുക. ഷാജൻ സക്കറിയയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഉദയം പേരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഉദയം പേരൂർ സുനഹദോസ് ഒന്ന് വായിക്കുക. അവിടെ നിങ്ങൾ മറ്റുള്ളവരോടല്ല, മറ്റുള്ള ക്രിസ്ത്യാനികളോട്, അതായത് അറബിക് ക്രിസ്ത്യാനികളോട്, ബാബിലോണിയയിലെയും അന്ത്യോക്യയെയും വിശ്വസിച്ച ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട് നിങ്ങൾ എത്രമാത്രം ക്രൂരത ചെയ്തു എന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. ലോകത്ത് കത്തോലിക്കക്കാരുടെ പള്ളികളെന്ന്
കുഴിച്ചു നോക്കിയാൽ കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ കാണാം, നിങ്ങൾ ചെയ്ത ക്രൂരതകൾ. ഇനി ലോകത്തെ ഏറ്റവും വലിയ ജയിൽ സൗദി അറേബ്യയിലാണോ? ലോകത്തെ ഏറ്റവും വലിയ ജയിൽ ഇറാഖിലെ അബൂഗരീബിലാണ്. പക്ഷെ അബൂഗരീബിലുള്ള ജയിൽ നടത്തുന്നത് മുസ്ലിങ്ങളല്ല, അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും ക്രൂരമായ ജയിൽ മുസ്ലിങ്ങളെ മാത്രം പീഡിപ്പിക്കാനായി ഇട്ട ജയിലാണ് അബൂഗരീബ്. അബൂഗരീബിലുള്ള ക്രൂരതകൾ ലോകം മനസാക്ഷിയെ നടുക്കിയതാണ്, ലോകത്ത് വാർത്തകൾ വന്നതാണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടിരിക്കെ നിങ്ങൾ ഇസ്ലാമിനെയും വിമർശിക്കാൻ കാണുന്ന ആ ചങ്കൂറ്റം അപാരം തന്നെയാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾ ഗോവ ഇൻക്വസിഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗോവയിൽ നിങ്ങൾ ഹിന്ദുക്കളെ എങ്ങനെയാണ് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത്? ഈ കത്തോലിക്ക സഭ ഗോവയിൽ എങ്ങനെയാണ് ഹിന്ദുക്കളോട് പെരുമാറിയത്? ഹിന്ദു സ്ത്രീകളെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? ഹിന്ദു കുട്ടികളെ നിങ്ങൾ തിളച്ച എണ്ണയിലല്ലേ എറിഞ്ഞത്? ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ ഇതിന് നിങ്ങൾ പറയാതെ ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണെന്ന് ഒരു അച്ചാനാണ് പറഞ്ഞത്. ഇസ്ലാമോഫോബിയ നടത്തുന്ന ഒരു അച്ചാൻ ഒരിക്കൽ ക്ലബ് ഹൗസിൽ ചർച്ചയിൽ എന്നോട് പറഞ്ഞു, അതിന് ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ മാത്രം തീരുന്ന പാതകങ്ങളാണോ നിങ്ങൾ ഇന്ത്യയിലൊക്കെ ചെയ്തത്? ലോകത്ത് അഡോൾഫ് ഹിറ്റ്ലർ ചെയ്ത ക്രൂരതകളെ വെല്ലുന്ന ക്രൂരതകൾ ലോകത്ത് ആരാണ് ചെയ്തത്? അപ്പോൾ പറയാം, അഡോൾഫ് ഹിറ്റ്ലർ ക്രിസ്ത്യാനിയായി മാത്രമല്ല, അദ്ദേഹം ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് ആരാണ് അഹങ്കാരം? ഷാജൻ സ്കറിയയുടെ മാർപ്പാപ്പയല്ലേ അതിന് അനുമതി കൊടുത്തത്? ഈ നാസി ക്യാമ്പുകൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സമർത്ഥമായിട്ട് അർജന്റീനയിലേക്ക് കടത്തിയത് ആരാണ്? ഷാജൻ സ്കറിയ. നിങ്ങളുടെ മാർപ്പാപ്പയല്ലേ അത് കടത്തിയത്? നിങ്ങളുടെ മാർപ്പാപ്പ ഏതോ സിനിമയിൽ സോമം പറയുന്ന പോലെ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വന്ന് മറ്റേ ലക്ഷക്കണക്കിന് ജൂതന്മാരെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊന്നൊടുക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കുമ്പോൾ, യേശുവിനെ കൊന്നതിൻ്റെ പേരിൽ പ്രതികാരമായിട്ട് ലക്ഷക്കണക്കിന് കോടികളോളം വരുന്ന യഹൂദന്മാരെ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എല്ലാവിധ പീഡനങ്ങളും നടത്തി കൊന്നെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരം അരുത് എന്ന അക്ഷരം ഏതെങ്കിലും ക്രിസ്ത്യൻ സഭകൾ പറഞ്ഞോ? ഏതെങ്കിലും ക്രിസ്ത്യൻ പൗപ്പുമാർ പറഞ്ഞോ? ഇല്ല. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നിങ്ങൾ വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്റ്റാലിൻ ജർമ്മനി കീഴടക്കുന്നവരെ ആ ക്രൂരത തുടർന്നിട്ടില്ലേ? അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഗോവയിൽ നിങ്ങൾ ചെയ്ത ക്രൂരതകൾ ഓരോന്നും എണ്ണി പറയുകയാണെങ്കിൽ എത്രമാത്രമുണ്ട് ഷാജ? ആദ്യം തങ്ങളുടെ സ്വയം. ഇനി കേരളത്തിൽ തന്നെ കൂനംകുരിശ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കൂനംകുരിശിൻ്റെ പ്രതിജ്ഞയുണ്ട്. മറ്റ് ഓർത്തഡോക്സ് യാക്കോബൈറ്റ് ക്രിസ്ത്യാനികൾ ചെയ്തതാണ് കൂനംകുരിശ് പ്രതിജ്ഞ. എന്താണ് കൂനംകുരിശ്? നിങ്ങളുടെ സഭ പാസ്റ്റർ അബ്ദുൽ ജലീലാണ്, പാത്രിയാർക്കീസ് അബ്ദുൽ ജലീലിനെ വളരെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയത്. അദ്ദേഹം ഒരു അറബിക് ക്രിസ്ത്യാനിയായിരുന്നു. നിങ്ങളുടെ ത്രിത്വം അംഗീകരിക്കാനും നിങ്ങളുടെ യഹോവയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിഭാഗത്തിൽ തന്നെ പെട്ട എത്ര പാത്രിയാർക്കീസ്മാരെ നിങ്ങൾ കൊന്നു? അതിൻ്റെ പേരിലല്ല ഇന്ന് കൂനംകുരിശ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇന്നും മറ്റേ ക്രിസ്ത്യാനികൾ, യാക്കോബായ, ഓർത്തഡോക്സ്, മലങ്കര സഭകൾ ഇന്നും ആചരിക്കുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണോ നിങ്ങൾ ഇസ്ലാമിൻ്റെ നേരത്തെ? ബ്രിട്ടീഷുകാർ നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ബൈബിൾ കാണിച്ചുകൊണ്ടും നിങ്ങൾ ഈ അബൂഗരീബിൽ നടത്തുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആനിൽ മൂത്രമൊഴിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനെ വിശ്വാസികളുടെ മുമ്പിൽ അപമാനിച്ചുകൊണ്ടും ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരമായ ജയിലിൻ്റെ മുഖങ്ങളായി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവരികയും അവരുടെ വരിയുടക്കുകയും അവരെ എല്ലാവിധത്തിലുള്ള പീഡനങ്ങൾ, ലോകത്ത് ഇന്നേ വരെ കാണാത്ത പല പീഡന മുറകളും പരീക്ഷിക്കുന്നതും എന്നാണ് അബൂഗരീബ് ജയിലിനെ കുറിച്ച് വന്ന പീഡനങ്ങൾ. എന്നിട്ട് പോരെ നിങ്ങൾ സൗദി അറേബ്യയും 6-ാം നൂറ്റാണ്ടിലേക്കും കടന്നു പോകാൻ? 6-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ അനുയായികളുടെ കാലഘട്ടത്തിലോ ഇത്തരം ഒരു ജയിലുള്ളതായിട്ട് ഷാജൻ സ്കറിയൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ? മറിച്ച് ബൈബിളിൽ കാണിച്ചു തരാൻ നമുക്ക് തയ്യാറാണ്. ബൈബിളിൽ അങ്ങനെ യഹോവ പറയുന്നത് ധാരാളം കാണിച്ചു തരാൻ പറ്റും. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ ഷാജൻ സ്കറിയൊക്കെ പറ്റുമോ? ഷാജൻ സ്കറിയ മലർന്നു കിടന്ന് തുപ്പുമ്പോൾ അത് സ്വന്തം ശരീരത്തിലേക്കാണ് വരുന്നത് എന്ന കാര്യമെങ്കിൽ താങ്കൾ തൽക്കാലം ആലോചിക്കണം. നന്ദി, നമസ്കാരം.